എറണാകുളം കാക്കനാട് ജില്ലാ ജയിലിലേക്ക് നിരന്തരമായി ലഹരി എത്തുന്നുണ്ടെന്ന വിവരം. ലഹരി കൈമാറുന്ന സംഘത്തിനായി പോലീസ് അന്വേഷണം ഊർജിതമാക്കി. കോടതിയിൽ ഹാജരാക്കാൻ കൊണ്ടുപോകുന്ന വഴി പ്രതികൾ ജയിലിലേക്ക് ലഹരി എത്തിക്കുന്നുണ്ട് എന്നാണ് വിവരം. കഴിഞ്ഞ ദിവസം റിമാൻഡ് പ്രതിയുടെ പക്കൽ നിന്നും ഹാഷിഷ് ഓയിൽ പിടികൂടിയിരുന്നു. നിതിൻ സേവ്യർ വിവരങ്ങൾ നൽകും. നിതിൻ, ജയിലിലേക്ക് ലഹരി എത്തുന്നുണ്ട് എന്നുകൂടെ മനസ്സിലാക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന്റെ എവിടെയാണ് അതിന്റെ ഉറവിടമെന്ന് അന്വേഷിച്ച് കണ്ടുപിടിക്കാനുള്ള ശ്രമങ്ങൾ കൂടിയാണ്. എന്തൊക്കെയാണ് ഇക്കാര്യത്തിൽ അന്വേഷണം, ഏതൊക്കെ തരത്തിലുള്ള അന്വേഷണങ്ങൾ നടക്കുന്നു, പോലീസ് എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കുന്നത്? കണ്ണൂർ ജില്ലാ ജയിലിലടക്കം മൊബൈൽ ഫോണുകളും ലഹരിയിലും പിടികൂടിയ സാഹചര്യത്തിൽ ജയിലുകളിലേക്ക് ലഹരി എത്തുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ കർശനമായ നിർദ്ദേശം ജയിൽ വകുപ്പിനും പോലീസിനും ലഭിച്ചിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ കാക്കനാട് ജില്ലാ ജയിലിലേക്ക് നിരന്തരമായി ലഹരി കൈമാറുന്ന സംഘത്തിനു വേണ്ടി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ജില്ലാ ജയിലിലേക്ക് ലഹരി കടത്ത് നടക്കുന്നുണ്ട് എന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. കോടതിയിൽ ഹാജരാക്കാൻ കൊണ്ടുപോകുന്ന പ്രതികൾ ജയിലിലേക്ക് തിരികെ വരുന്നവരിൽ ലഹരി ജയിലിലേക്ക് കയറ്റുന്നുണ്ട് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം റിമാൻഡ് പ്രതിയുടെ പക്കൽ നിന്നും ഹാഷിഷ് ഓയിൽ പിടികൂടിയിരുന്നു. മോഷണ കേസ് പ്രതിയിൽ നിന്നും 10 ഗ്രാം തൂക്കം വരുന്ന ഹാഷിഷ് ഓയിലും ബീഡികളുമാണ് കണ്ടെത്തിയത്. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി തിരികെ ജയിലിൽ എത്തിച്ചപ്പോഴാണ് ഇയാളിൽ നിന്നും ലഹരി കണ്ടെത്തിയത്. പോക്കറ്റ് ഘടിപ്പിച്ച കൈലിമുണ്ടിൽ ചെറിയ 2 പ്ലാസ്റ്റിക് കുപ്പികളാക്കിയാണ് മയക്കുമരുന്ന് സൂക്ഷിച്ചത്. ജയിലിലേക്ക് തിരിച്ചു കയറുന്നതിനിടെ നടത്തിയ പരിശോധനയിലാണ് ഇയാളിൽ നിന്നും ലഹരി പിടിച്ചെടുത്തത്. സംഭവത്തിൽ ഇൻഫോ പാർക്ക് പോലീസ് കേസെടുക്കുകയും ചെയ്തിരുന്നു. ഈ സാഹചര്യത്തിൽ ജയിലിലേക്ക് കൃത്യമായി ലഹരി എത്തുന്നുണ്ട് എന്ന് സ്പെഷ്യൽ ബ്രാഞ്ചിന് വിവരം ലഭിച്ചിട്ടുണ്ട്. ഈ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പരിശോധന കർശനമാക്കാൻ ഇപ്പോൾ ജയിൽ വകുപ്പും പോലീസും തീരുമാനിച്ചിരിക്കുന്നത്. ശരി, നിതിൻ സേവ്യറാണ് വിവരങ്ങൾ നൽകിയത്.